എത്ര മണിക്ക് എണീറ്റ്? ഒരു 11:30. ഇന്നലെ ഫുള്ള് പുറത്തായതുകൊണ്ട് അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ട് എണീറ്റ്. നല്ല വിശപ്പുണ്ട്, നല്ല കാര്യമായിട്ട് ഇതിൽ അടിക്കണമെന്ന്. ജാബിർക്ക് നമ്മളെ മലയാളികളുടെ മന്തിയോടുള്ള പ്രണയത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ട്രെൻഡ് അതാണ്, അതെ ബിരിയാണി, നെയ്ച്ചോറ്, മന്തി. അപ്പോൾ ഈ മൂന്നാണ് ഇപ്പോൾ ക്യൂല്. നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ കോർണീഷിൻ്റെ അടുത്തുള്ള ഈ മിറാഷ് ഗ്രില്ലിൽ കേട്ടാ. ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് മറ്റേ ബീഫ് റിപ്പ് മന്തി അടിച്ചിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമായി അന്ന്. അപ്പോൾ ഇന്നിപ്പോൾ നല്ല മന്തി ക്രേവ് വന്നു. ഇപ്പോൾ വേറെ ഒരു ഓപ്ഷനും മനസ്സിൽ വന്നില്ല. ഇന്നിവിടെ മിറാഷ് വന്നിട്ട് ബീഫ് ഗ്രില്ല് മന്തി അടിക്കാൻ വെച്ചു. ബീഫ് റിപ്പ് മന്തി എത്തിയുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു കോഴി ഇരിക്കുന്നുണ്ട്. മൂർത്തന്മാരും എത്ര പ്രാവശ്യം ഇവിടെ നിന്ന് കഴിച്ചുള്ളൂ. പിന്നെ ക്രൈവ് വന്നാൽ ഇവിടെ തന്നെ വരാൻ തോന്നുന്നു. മാതിരി സാധനമായിരുന്നു മയണൈസ്. ഇതിവിടെ കോർണീഷിൻ്റെ അടുത്തല്ലേ ഇത്? ചമ്മന്തി ഉണ്ട്, ഭയങ്കര സ്പൈസിയുള്ള ചമ്മന്തി ഉണ്ട് കേട്ടോ. റിബ് കാണിച്ചു തരാം സാധനം. ഇതുമെന്താ പുക പോണ്. സാധനം ഉണ്ടല്ലോ, നല്ല പിള്ളിപിളി പോലെ സാധനമാണത്. മയോണൈസ് ഇട്ട് ഈ ചമ്മന്തി പൊളിയിട്ടാ. ഒരു ചട്നി ഉണ്ടാവും, അതല്ല അത് കൂടാണ്ട് ഒരു ചമ്മന്തി ഉണ്ട് കൂടെ. അതുകൊണ്ട് റോഫിനെയും ഷെരീഫിനെ ഓഫീസിലൊക്കെ ഇട്ട് ഷബയിൽ പോയി കഴിഞ്ഞൊരു മന്തി അടിക്കും. അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി കിട്ടും. ചമ്മന്തിക്കാണ് ഏറ്റവും കൂടുതൽ ചില. അതേമാതിരി സാധനം. ഐഷ് പൊതുവെക്ക് മന്തിയാണ് ടേസ്റ്റ് ഇല്ലാത്തതാണ്. റൈസും കുഴപ്പമില്ല. പൊതുവേ മട്ടൻ തീരെ കഴിക്കാത്ത ഒരാളാണ്. മട്ടനല്ല, ബീഫാണെങ്കിലും ഭയങ്കര സെലക്റ്റീവായിട്ട് കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇവിടുത്തെ ബീഫ് കഴിച്ചിട്ട് മനസ്സിൽ ഒരാൾ ബീഫ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സാധാരണ പുഴുങ്ങിയിട്ട് വെറുതെ വെക്കുന്ന പോലെയല്ല, നല്ല നല്ല മസാല, നല്ല ടേസ്റ്റ്. ദോശ